രാജിക, രാജിക, രാജിക. മോനെ ഇതും കൂടെ തിന്ന് മോനെ അങ്കിളും കൊണ്ട് സിനിമ കാണിച്ചു തരാം. വായത്തക്ക അങ്ങനെ അങ്ങനെ. മിടുക്കൻ കുട്ടി. മോനെ മോനെ. അല്ലാ, ഇതാര് വേലും കുട്ടിയോ? നീ എവിടെയായിരുന്നു മോനെ? അല്ല, ഇതാരാന്നറിയോ എനിക്ക്? നമ്മൾ മയ്യത്തായിന്ന് കരുതിയ നമ്മളെ മോൻ ലത്തീഫ്. മായമോളെ, ഇവളെവിടെ പോയി? മായമോളെ. മിസ്റ്റർ പ്രശാന്തൻ, ഒരു മിനിറ്റ്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എല്ലാം ആളറിയാതെ പറ്റിപ്പോയതാണ്. ബോംബെയിൽ ഞാൻ ആരായിരുന്നു എന്നുള്ള വിവരം ദയവ് ചെയ്ത് എന്റെ ബാപ്പയോട് പറയരുത്. ലത്തീഫ് അങ്ങനെ ജോലിതാതെയായി? ഞാൻ ചുരുക്കി പറയാം. ഗൾഫിലെത്താനുള്ള മോഹവുമായി ബോംബെയിലേക്ക് വണ്ടി കയറിയതാണ് ഞാൻ. പക്ഷെ വിസ തട്ടിപ്പിൽ ഞാനും പെട്ടുപോയി. എതിർത്ത എന്നെ അവർ കൊല്ലാൻ ശ്രമിച്ചു. രക്ഷപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് ജീവിക്കാൻ വേണ്ടി ഞാൻ ദാതയായി മാറി. പക്ഷേ വീട്ടിലേക്കൊന്നും കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. നിങ്ങൾ തന്ന തുക വീട്ടിലേൽപ്പിച്ച് മടങ്ങാമെന്ന് ഞാൻ കരുതി. പക്ഷേ എന്റെ ബാപ്പയുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മകനോടാണ് ഞാനിത് ചെയ്തത് എന്നോർക്കുമ്പോ. സാരില്ല ലത്തീഫ്, നിങ്ങൾ എന്നെ കൊന്നില്ലല്ലോ. എന്നെ കൊല്ലാൻ ഏൽപ്പിച്ചതാരാണെന്ന് ഇനിയെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറഞ്ഞൂടെ? ജയരാജൻ. എന്റെ പ്രശാന്തേട്ട, ഇത്രയും കാലം ഞാൻ മായ കരയാതിരിക്കും. മായ, ചക്കിമോൾ എവിടെ? ചക്കിമോളെ അച്ഛൻ കൊണ്ടുപോയി. അവരച്ഛനും മോളും ജയരാജനെല്ലാം എസ്റ്റേറ്റ് ബംഗ്ലാവിലാണ് ഇപ്പൊ താമസം. നീ പറയുന്നത് ഞാൻ അന്വേഷിക്കണല്ലടാ. എന്നെ കൊന്നാലും ഞാൻ ഒപ്പിടുകയില്ല. അല്ല, തനിക്കിതൊക്കെ ഇനി എന്തിനാ? എടാ, എന്റെ മോൻ വരൂടാ, നിന്നോടവൻ കണക്ക് തീർക്കും. പാവം, അവന്റെ കണക്ക് ഞാൻ എന്നേ തീർത്തു. തന്നെയും ഈ കുരുന്നു പെണ്ണിനെയും ശരിയാക്കി കഴിഞ്ഞാൽ എല്ലാ സ്വത്തിന്റെ അവകാശി ഞാൻ മാത്രമാണോ? അല്ല, ഞാൻ കൂടിയുണ്ട്. നീ കൂടി ഇവിടെ എത്തിച്ചേർന്നല്ലോ. എന്റെ ജോലി എളുപ്പമായി. ഇനി ആരും വരാനില്ല. മേ ഐ കം ഇൻ സർ? ജോണി ദാദാ, നിങ്ങൾ എന്തിനു ഇവിടെ വന്നു? ഇവനെ എന്തിനു വിട്ടയച്ചു? നമ്മൾ തമ്മിലുള്ള അക്കൗണ്ട്സ് ഒക്കെ ഒന്ന് സെറ്റിൽ ചെയ്യണ്ടേ? ഓഹോ, അങ്ങനെയാണോ? സെറ്റിൽ ചെയ്തേക്കാം. എല്ലാവർക്കും വേണ്ടോളം തരാം.
മക്കളെ മക്കളെ എന്റെ പൊന്നു മക്കളെ പാടാ മോനെ മോനെ മോളെ മോളെ എടാ മക്കളെ